നമുക്ക് എല്ലാവർക്കും വേണ്ടതിൻ്റെ എക്സോസ്റ്റ് സൗണ്ടാണ്. നമ്മൾ കാല് കൊടുക്കുമ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കണ്ടേ. അതുപോലെ തന്നെ ടോർക്കാണ് അതിഗംഭീരം. ഞാൻ ഇതിൻ്റെ ടോർക്ക് എനിക്ക് ഫസ്റ്റ് ഈ വാഹനം എടുത്തപ്പം മുതൽ എനിക്ക് ആ ടോർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇമ്പ്രസ് ചെയ്തൊരു കാര്യമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ഫാക്ടറി വാഹനത്തിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഈ വാഹനം ഉണ്ടാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ കുറേ ഇൻപുട്സ് ടാറ്റ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യം തന്നെയായിരുന്നു. ടാറ്റ അൾട്രോസ് റേസറിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് നമുക്ക് കിട്ടിയത് ഒരു റേസ് ട്രാക്കിൽ വെച്ചായിരുന്നു, കോയമ്പത്തൂരിലുള്ള റേസ് ട്രാക്കിൽ. അന്ന് നമ്മളിതിൻ്റെ ട്രാക്ക് പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിഞ്ഞു. പക്ഷേ 9.49 lakhs എക്സ് ഷോറൂം ലഭിക്കുന്ന ഈ റേസറിൻ്റെ ഒരു ഓൺ റോഡ് പെർഫോമൻസ്, ഡ്രൈവിംഗ് ഫൺ, ഇതെല്ലാമാണ് ഇന്ന് പൈലറ്റ് ഓൺ വീൽസിൽ അറിയാൻ പോകുന്നത്. ടാറ്റയുടെ ലൈനപ്പിലെ ഹാഷ് ബാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ അൾട്രോസ് റേസറിൻ്റെ അല്ലെങ്കിൽ അൾട്രോസിൻ്റെ തന്നെ ഒരു ഡിസൈൻ നോക്കിയാൽ വളരെ സ്ലീക്കർ ആയിട്ടുള്ള ഡിസൈനാണ്. വളരെ സ്പോട്ടിയർ ഫീൽ നമുക്ക് ഡെഫിനറ്റ്ലി അൾട്രോസിൻ്റെ ഡിസൈനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ റേസർ സ്പെഷ്യലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റേസറിൽ വരുന്ന ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL, അതുപോലെ തന്നെ 16-inch അലോയ് വീൽസ്, ഇത് കൂടാതെ റേസറിലേക്ക് വരുന്ന ഈ ഒരു റേസിംഗ് സ്ട്രൈപ്സ് ആണ്. ഈ ഒരു സ്ട്രൈപ്സ് അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ കളർ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അൾട്രോസിൽ നിന്നും അൾട്രോസ് റേസറിനെ സ്പെഷ്യൽ ആക്കുന്നത്. റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലൊരു സ്പോയിലർ, അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അത് കൂടാതെ സൈഡിലും നമുക്ക് ഒരു സ്കേർട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളേഴ്സാണ് എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടത്. 3 പുതിയ കളേഴ്സിലാണ് അൾട്രോസ് റേസർ, അല്ലെങ്കിൽ അൾട്രോസ് റേസറിൽ പുതിയ കളേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഓറഞ്ച്, നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ഓറഞ്ച് കളർ, ഇത് കൂടാതെ ഗ്രേ ഉണ്ട്, ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, അതിലും സ്ട്രൈപ്സ് വരുന്നുണ്ട്. ഇത് കൂടാതെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനും സ്ട്രൈപ്സോടുകൂടി പുതിയ അൾട്രോസ് റേസർ വരുന്നുണ്ട്. അൾട്രോസ് റേസറിൻ്റെ ഒരു മെയിൻ ഫോക്കസ് ഇന്റീരിയർ നോക്കുമ്പോൾ വരുന്നത് അതിൻ്റെ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ്, ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. കാരണം ഇതൊരു പുതിയ സോഫ്റ്റ്വെയർ ആണ്, ഇത് കുറച്ചുകൂടെ സ്ലീക്കിയർ ആണ്. ദിസ് ഇസ് ന്യൂ. അൾട്രോസിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു ന്യൂ ഫീല് നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു 7 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വരുന്നത്. ഇൻറ്റീരിയർ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരു വിഷയം വരുന്നത് അതിൻ്റെ ലെതറൈറ്റ് സീറ്റ്സും, അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ആ റെഡ് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ആൻഡ് വൈറ്റ് റേസിംഗ് സ്ട്രൈപ്സ് ആണ്. അത് കൂടാതെ സീറ്റ്സിൽ നമുക്ക് ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റും അവൈലബിൾ ആണ്. റിയറിൽ AC വെൻസും നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇത് കൂടാതെ ഒരു 360-degree ക്യാമറ, സൺറൂഫ്, അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന് മ്യൂസിക് സിസ്റ്റമാണ്. ഹർമൻ്റെ ഓഡിയോ സിസ്റ്റവും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓറഞ്ച് ഇൻസേർട്സ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എല്ലാ ഒരു വെൻസിലും, AC-യുടെ വെൻസിലും നൽകിയിട്ടുള്ളത്. അൾട്രോസിനെ എപ്പോഴും സ്പെഷ്യൽ ആക്കുന്നത് അതിൽ 2 കാര്യമാണ്. അത് തന്നെ നമുക്കിപ്പോൾ റേസറിലും ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഡിസൈനിൽ അൾട്രോസ് എന്നും സ്പെഷ്യൽ തന്നെയാണ്. ഇപ്പോൾ ഒരു റേസറിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രൈപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓറഞ്ച് ഇൻസേർട്സ് എല്ലാം വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു സ്പോട്ടിയർ ഫീൽ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ അതിൻ്റെ സേഫ്റ്റിയാണ്. സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് അൾട്രോസ്. അത് തന്നെ നമുക്ക് റേസറിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് സേഫ്. അതുപോലെ തന്നെ 360-degree ക്യാമറ. ഇപ്പം ടൗണിലൊക്കെ അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് സ്പോട്ടിലൊക്കെ ആണെങ്കിലും ഈ 360-degree ക്യാമറയുടെ ഒരു ഉപയോഗം നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. സോ റേസറിൻ്റെ ഡ്രൈവ് നമുക്ക് അറിയേണ്ടിയിരുന്നത് മെയിനായിട്ടും ഈ ഒരു സിറ്റിയിൽ എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ട്രാക്കിൽ ഓടിച്ചു, ഹൈവേ ഡ്രൈവ് എങ്ങനെയുണ്ടെന്നുള്ളൊരു ഫീലൊക്കെ എനിക്കറിയാം. പക്ഷേ സിറ്റിയിൽ ഈ വാഹനം എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമുക്ക് ബേസിക്കലി അറിയേണ്ടിയിരുന്നത്. കാരണം മേടിക്കുന്ന ആളുകൾക്ക് കൂടുതലും സിറ്റി ഡ്രൈവ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെങ്കിലും ഇതിൽ വരുന്ന എൻജിൻ ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന iTurbo വെച്ച് നോക്കുമ്പോൾ പവറും ടോക്കും എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പവർ എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. 120 HP പവറാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഏകദേശം 10 HP പവർ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ടോർക്കാണ് അതിഗംഭീരം. ഇതിൻ്റെ ടോർക്ക് എനിക്ക് ഫസ്റ്റ് ഈ വാഹനം എടുത്തപ്പം മുതൽ എനിക്ക് ആ ടോർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇമ്പ്രസ് ചെയ്തൊരു കാര്യമാണ്. 170 Nm ടോർക്ക് ഉണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഏകദേശം 30 Nm ടോർക്കും കൂടിയിട്ടുണ്ട് ഇപ്പോൾ. സോ ട്രാക്കിൽ ഡ്രൈവ് ചെയ്ത സമയത്ത് നരേൻ കാർത്തികനായിരുന്നു ഞങ്ങളുടെ കൂടെ. ആ ട്രാക്ക് എക്സ്പീരിയൻസിന് ഞങ്ങളുടെ കൂടെ വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് വാസ് അമേസിങ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ഫാക്ടറി വാഹനത്തിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഈ വാഹനം ഉണ്ടാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ കുറേ ഇൻപുട്സ് ടാറ്റ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യം തന്നെയായിരുന്നു. അന്ന് നേരത്തെ ഉണ്ടായിരുന്ന iTurboയിൽ വന്നിരുന്ന ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയിരുന്നു. ഇപ്പം നമുക്കത് 5 സ്പീഡ് മാറി 6 സ്പീഡ് മാനുവലിലേക്ക് വന്നു. നമുക്ക് റേസർ കിട്ടുന്നത് 6 സ്പീഡ് മാനുവൽ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്.
ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളി ലുലു മോളിൻ്റെ ആ ഭാഗത്താണ്. ഇവിടെ ഒരു ഭയങ്കര കൺജഷൻ ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഞാൻ ഇന്നൊരു സാറ്റർഡേ ആണ്. സാറ്റർഡേ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഭീരമാണ്. എന്താണെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സാറ്റർഡേ ആണ് കേട്ടോ. നിങ്ങളിത് കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇതിനകത്ത് ഈ ഒരു ട്രാഫിക്കിലും ഇങ്ങനൊരു ബമ്പർ ടു ബമ്പർ ഇങ്ങനെ മുട്ടി പോകുന്ന സ്ഥലത്തെല്ലാം ഒരു 360 ഡിഗ്രി ക്യാമറ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി ലുക്സ് പ്രോപ്പർ, നല്ല ക്ലാരിറ്റിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയും വരുന്നത്. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമ്മൾക്ക് ഈ പറയുന്ന 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ഹെൽപ്പ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലച്ച് ഒരു വലിയ ഫാക്ടറാണ്. ക്ലച്ച് ഫീൽസ് വെരി സോഫ്റ്റ്, ഒരുപാട് ഒരു ടൈറ്റ് ക്ലച്ചൊന്നുമല്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഒരു നല്ല റെസ്പോൺസീവ് സ്റ്റിയറിംഗ് ആണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫീലൊന്നും വരുന്നില്ല. ഇറ്റ് ഗിവ്സ് എ ഗുഡ് ഫീഡ്ബാക്ക്. ഒരുപാട് ലൈറ്റും അല്ല, ഒരുപാട് ടൈറ്റ് ആയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലും അല്ല സ്റ്റിയറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റിയറിംഗ്, ഗിയർ ബോക്സ്, ഇതിൻ്റെ ഒരു ഹോൾ സ്റ്റെബിലിറ്റി ശരിക്കും സിറ്റി ട്രാഫിക്കിലും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ. സോ ഒരു ഡെയിലി കമ്മ്യൂട്ടേഷന് നമ്മൾ ഈ വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗം വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ വയർലെസ് ചാർജറാണ്. കാരണം വയർലെസ് ചാർജർ ഈയിടെ എല്ലാവർക്കും തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വോയിസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സൺറൂഫ്, നമ്മൾ വോയിസ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് സൺറൂഫ് തുറക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വാഹനം, ഒരു സ്പോർട്ടിയ വാഹനം, ഇതിൻ്റെ ഡ്രൈവിൻ്റെ ഒരു ഫണ്ണാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഫീച്ചേഴ്സ് ആഡഡ് ആയിട്ട് വരുമ്പോൾ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. കാരണം ഒരു ഫൺ ടു ഡ്രൈവ് ഫാക്ടർ ഡെഫിനറ്റ്ലി ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. സിറ്റി ഡ്രൈവിൽ നിന്ന് ഹൈവേ ഡ്രൈവിലേക്ക് വന്നപ്പോൾ അൾട്രോസ് റേസറിൻ്റെ ക്യാരക്ടർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറയണം. കാരണം ഈ ഒരു ഹൈവേയിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അന്ന് റേസ് ട്രാക്കിൽ ഡ്രൈവ് ചെയ്ത ആ ഒരു സെയിം ഫീലാണ് വരുന്നത്. അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് റെസ്പോൺസ്, അതാണ് എടുത്തു പറയേണ്ടത്. സ്റ്റിയറിംഗ് റെസ്പോൺസ്, അതുപോലെ പവർ ഡെലിവറി, ടോക്ക് നല്ല ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒരു 100-120 പോകുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നമ്മൾ റോഡിലൊക്കെ പ്ലാന്റഡ് ഫീൽ ആയിട്ടാണ് വരുന്നത്. സോ ഹൈവേ ഡ്രൈവ് ഡെഫിനറ്റ്ലി ഇറ്റ് ഗിവ്സ് എ ഡിഫറെൻറ്റ് ഫീൽ ഓൾ ടുഗെദർ. 2-3 കാര്യങ്ങൾ നമ്മൾ ഹൈവേ ഡ്രൈവിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണം. ഒന്ന് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിൻ്റെ ഭയങ്കര റെസ്പോൺസാണ് സ്റ്റിയറിംഗ് തരുന്നത്. അതുപോലെ സസ്പെൻഷൻ ആണെങ്കിലും ആ ഒരു സ്റ്റിഫ്നെസ് സസ്പെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ആണ്, എന്നാൽ പോലും ആ ഒരു ഹൈവേയിൽ നമുക്ക് ആ സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സ്റ്റേബിൾ ഫീലുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ മൈലേജ് ആണ്. സോ ഒരു സിറ്റിയിൽ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് മൈലേജ് ഇപ്പോൾ ഹൈവേയിലും ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു 100-120 എത്തുമ്പോൾ ഒരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് 9.49 എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിംഗ് ഉള്ള ഈ ഒരു അൾട്രോസിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഫൺ ടു ഡ്രൈവ് ഫാക്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ തരുന്ന ഒരു റെസ്പോൺസ്, ഇതിൻ്റെ ഒരു സ്പോട്ടിയ ഫീൽ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രോസ് റേസർ ആ ഒരു ഹാഷ് ബാക്ക് സ്പോർട്സ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ടാണ്. നമ്മൾ കാല് കൊടുക്കുമ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കണ്ടേ. അടിപൊളിയല്ലേ?